തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞു കയറി 2 കുട്ടികൾ ഉൾപ്പെടെ 5 മരണം. റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടികളാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. പാലക്കാട് ചെമ്പണന്തോട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരം. മദ്യലഹരിയിലായിരുന്ന ക്ലീനർ ഓടിച്ച ലോറിയിടിച്ചാണ് അപകടമുണ്ടായത്. വാഹനം നിർത്താതെ പോയ ഇയാളെ നാട്ടുകാരാണ് പിടികൂടിയത്. കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സിന് ലൈസൻസുമില്ലായിരുന്നു. ഇയാളെയും ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കു നിന്നിട്ട് വന്ന ഒരു വണ്ടിയാണത്. മരത്തിന്റെ ലോഡാണ് അത് ഉണ്ടായിരുന്നത്. ഇവിടെ നാടോടികൾ അപ്പർ സൈഡിലാണ് സാധാരണ എടുക്കാറ്. പക്ഷെ ഇന്ന് ഏകാദശി ആയതിന്റെ പേരിൽ വണ്ടികൾ അതിലെ പാസിംഗ് ഉള്ള കാരണം അവർ ഇപ്പുറത്ത് കിടന്നതാണ്. ഒരു 5 പേരാണ് മരിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞത്. സ്പോട്ടിൽ തന്നെ മരിച്ചു അവർ ഏകദേശം. വണ്ടികൾ ശ്രദ്ധിക്കായില്ല, ശ്രദ്ധിക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പുലർച്ചെ സമയമായതിന്റെ പേരിൽ ആളുകളായി ഇവിടെ ബാരിക്കേഡുള്ളത്. അത് കാരണം ഇതിലെ സ്ഥിരം ആളുകൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ലോഡ് അറിയാൻ പറ്റില്ല. ഡിവൈഡർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്ന് മുന്നോട്ട് വരികയായിരുന്നു. ഇവിടെ കടന്നുറങ്ങുന്ന ആൾക്കാരുടെ നേരത്ത് കയറുകയായിരുന്നു. വണ്ടി ഓടിച്ച പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് ഇതിലെ ഒരു ഇനിയായിട്ടൊരാളും ലൈസൻസ് ഇല്ലെന്നാണ്. വൈദ്യവിശ്വ നടത്തിയവരെ സ്റ്റേഷനിൽ കേസ് 304 തന്നെയാണ് കേസ്. ട്രീറ്റ്മെൻറ്റിലുള്ളത് അതിൽ 2 പേരുടെ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ളതാണ്. നമ്മൾ പരമാവധി ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി മരിച്ചവരുടെ തുടർ നടപടികൾ നടന്നു വരുന്നുണ്ട്. ഇൻക്വസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. പോസ്റ്റ്മോർട്ടം ഉടനെ ചെയ്യും. അതിനുശേഷം ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് വരുന്നു. തുടർ അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നാട്ടിക അപകടമുണ്ടാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ. പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി സർക്കാർ തന്നെ മൃതദേഹം വീട്ടിലെത്തിക്കും. അപകടത്തിൽപ്പെട്ടവർക്കായി സഹായം നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് മാത്രമല്ല, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വണ്ടി ഓടിച്ചിരിക്കുന്നവരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് തടി കയറ്റിയിട്ടുള്ള വണ്ടിയാണ് കടന്നു വന്നിട്ടുള്ളത്. മാഹിയിൽ വണ്ടി നിർത്തി മദ്യം മേടിച്ച് വണ്ടിയിലുണ്ടായിരുന്ന 2 പേരും ക്ലീനറും ഡ്രൈവറും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. IPC 304 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൂപ്പ് ഫോളും ഇല്ലാത്ത വിധത്തിൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ നോക്കിയിട്ടുമുണ്ട്. കെ അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, ഡ്രൈവറെയും ക്ലീനറെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ എന്തൊക്കെ വകുപ്പുകൾ നിലവിൽ ചുമത്തിയിട്ടുണ്ട്? അതുപോലെ പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അമൃത, നിലവിൽ 6 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 3 പേർ അപകടത്തിൽ തരണം ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായും ഈ വാഹനം ഓടിച്ച ക്ലീനറുടെയും ഡ്രൈവറുടെയും തന്നെ പിഴവാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. പൊന്നാനിയിൽ നിന്നും ഈ ഡ്രൈവർ ക്ലീനർക്ക് വാഹനം കൈമാറി. ഈ ക്ലീനർക്കാണെങ്കിൽ ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അലക്സിന് ലൈസൻസ് ഇല്ല. ഒപ്പം തന്നെ ജോസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 2 പേരും കണ്ണൂരിൽ നിന്നും വരുന്ന വഴിക്ക്, അതായത് മാഹിയിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം മദ്യപിച്ചിരുന്നു. പൂർണ്ണമായും മദ്യപിച്ചിരുന്ന വിവരമാണ്. മദ്യപിച്ചാണ് ഈ വാഹനം ഓടിച്ച് ഇത്രയും ദൂരം ഓടിച്ചു വന്നത് എന്നുള്ളത് കൂടി കാര്യമുണ്ട്. ഒപ്പം ഈ ബാരിക്കേഡുകൾ ഇടിച്ച് തെറിപ്പിച്ചാണ് ഇതിനകത്തേക്ക് കിടക്കുന്നത്. 50 മീറ്റർ മാറിയായിരുന്നു, അതായത് ഈ ബാരിക്കേഡിൽ നിന്നും ഏകദേശം 50 മീറ്റർ മാറിയായിരുന്നു ഈ കുടുംബം കിടന്നിരുന്നത്. അതിന് മുകളിലൂടെ കയറി ഇറക്കിയ ശേഷം വാഹനം നിർത്താതെ മുൻപോട്ട് എടുത്തുകൊണ്ടുപോയി. റോഡ് അവസാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ അവിടെ വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ അവർ അവിടെ നിന്നും കടന്നു കളഞ്ഞാൽ അത്രയുള്ള ശ്രമം അടക്കം നടത്തിയിരുന്നു. പൂർണ്ണമായും വെള്ളത്തിലാണ്. അതായത് എന്താണ് ചോദിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ മദ്യലഹരിയിലാണ് എന്നുള്ള കാര്യമാണ് സിറ്റി പോലീസ് കമ്മീഷൻ അല്പസമയം പറഞ്ഞത്. അതായത് വാഹനം ഓടിച്ചത് അലക്സ് ആണോ അതോ ജോസ് ആണോ, ക്ലീനറാണോ ഡ്രൈവറാണോ എന്ന് ചോദിച്ചറിയാൻ വിശദമായി ചോദിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അത്രത്തോളം മദ്യലഹരിയിലായിരുന്നു ഇവർ എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. വൈദ്യപരിശോധനയിലും അത് തെളിഞ്ഞിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും ഇവർക്കെതിരെ കർശന നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. മനഃപൂർവ്വമായ നരഹത്യ, അതോടൊപ്പം തന്നെ റാഷ് ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനം ഓടിക്കൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ മിനിസ്റ്റർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശനമായ നടപടി ഉണ്ടാകും ഇവർക്കെതിരെ എന്നുള്ള ഉറപ്പ് മിനിസ്റ്റർ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരും 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് അഖിൽ പറഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്കും അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബത്തിനും ലഭ്യമാക്കുമോ?
അമൃത, ജില്ലാ കളക്ടർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഇവർ ചികിത്സ നടത്തുന്നത്. ഇവിടെ എല്ലാ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങളും എല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നിർവഹിക്കും എന്നുള്ള കാര്യം ജില്ലാ കളക്ടർ അല്പസമയം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അപകടത്തിലുള്ള ആളുകളുടെ എത്രയും പെട്ടെന്ന് അവർ ഒരു റിക്കവർ ആയിട്ട് അവരുടെ അസുഖം ഭേദമായി വരും എന്ന് തന്നെ അപകടനില തരണം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു 3 പേർ അപകടനില തരണം ചെയ്തു വരുന്ന ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. 11 പേർ, അതായത് ഏകദേശം 30ഓളം ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ 11 ആളുകൾക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സമീപ പരിസരത്ത് തന്നെയാണ് അവർ ഉണ്ടായിരുന്നത്. ഇന്നലെ ഇതിന് തൊട്ടപ്പുറത്തായിരുന്നു കടന്നിരുന്നത്. പക്ഷേ ഈ ഇവിടെ തൊട്ടടുത്തുള്ള ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇതിനെ വാഹനങ്ങളുടെ ഒക്കെ തിരക്ക് കൂടിയപ്പോഴാണ് അവർ ഇത്തരത്തിൽ ഇപ്പുറത്തേക്ക് മാറി കടന്നത് എന്നുള്ള വിവരം നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ 11 പേർക്ക് പരിക്കേറ്റിൽ 5 പേർ തൽക്ഷണം തന്നെ മരണപ്പെട്ടു. അതിൽ 1 വയസ്സും 5 വയസ്സുമുള്ള 2 കുരുന്നുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഡ്രൈവറെയും ക്ലീനറെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കും. ഒപ്പം തന്നെ ഈ വഴിയരികിൽ ഇത്തരത്തിൽ കുട്ടികളെ അടക്കമുള്ള ആളുകൾ കിടന്നുറങ്ങുന്നത് പരിശോധിക്കാൻ നേരത്തെ തന്നെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരുന്നു. ഈ വലപ്പാട് പോലീസ് ഇവർ ഈ ഒരു സംഘത്തിനോട് മാറി ഈ റോഡിൽ കിടക്കരുത് എന്നൊരു നിർദ്ദേശം നൽകിയതായിട്ടാണ് ലഭ്യമായിട്ടുള്ള വിവരം. പക്ഷെ അതെല്ലാം കൃത്യമായി പരിശോധിക്കും എന്നുള്ള കാര്യം കൂടി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് കണ്ണൂർ മുതൽ ഇവർ മദ്യപിച്ചാണ് ഇത്തരത്തിൽ വാഹനം ഓടിച്ച് വന്നത് എന്നുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ക്ലീനർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഈ വാഹനം ഇവരുടെ ദേഹത്തുകൂടി കയറി ഇറക്കിയ ശേഷം ഇയാൾ തൊട്ടപ്പുറത്തെ സമീപത്തെ ഈ കോൺക്രീറ്റിന്റെ ബീമുകളുണ്ട്, അതിൽ നിന്നും മാറി കൃത്യമായി വഴി തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ കടന്നുപോയി. അതിനുശേഷം അപ്രോച്ച് റോഡിലേക്കാണ്. ഈ അപ്രോച്ച് റോഡും അവിടെ എത്തുമ്പോൾ അടഞ്ഞു കിടന്നതാണ് ഇവർ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ രക്ഷപ്പെട്ട് മുൻപോട്ട് പോയിരുന്നു. അപ്പോഴേക്കും നാട്ടുകാരും ഇവിടേക്ക് എത്തി. നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്നാണ് രാവിലെ രക്ഷാപ്രവർത്തനം നടത്തിയത്. വളരെ ദാരുണമായ കാഴ്ചകളായിരുന്നു രാവിലെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് ഈ ലോറി മരം കയറ്റി വന്ന ലോറിയാണ്. സ്വാഭാവികമായും അത് ഒരാളുടെ ദേഹത്തുകൂടി കയറിറങ്ങുമ്പോൾ എത്രത്തോളം ഭീകരമായിരിക്കുമെന്നാണ്. പലരുടെയും ശരീരഭാഗങ്ങളൊക്കെ തന്നെ അരഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായ തൃശ്ശൂർ നഗരത്തെ അല്ലെങ്കിൽ തൃശ്ശൂരിനെ ആകെ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് രാവിലെ ഉണ്ടായിരുന്നത്. ഈ പാലക്കാട് ഗോവിന്ദപുരം സ്വദേശികളാണ് ഇവർ എന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഈ മരിച്ച 5 പേരും അതുപോലെ തന്നെ മറ്റുള്ള അപകടത്തിൽ കഴിയുന്നവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള കുടുംബത്തിനുമൊക്കെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ജയവർദ്ധൻ, വിജയ്, ചിത്ര ഈ 3 പേരാണ് ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. 50 വയസ്സുള്ള കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, നാഗമ്മ 39 വയസ്സ്, ബംഗാലി 20 വയസ്സുള്ള വിശ്വ 1 വയസ്സ്. ഈ 5 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ഈ ഗോവിന്ദാപുരം സ്വദേശികളാണ്. ഇത്തരത്തിൽ ഈ ഉത്സവങ്ങളും മറ്റു സമയമാകുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ നാടോടികളായി പോകുന്ന ആളുകളാണ് ഇവരെന്നുള്ള ഒരു വിവരം ആണ് പോലീസ് പങ്കുവെക്കുന്നത്. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന കാലത്ത് തൃശ്ശൂർ നാട്ടികയിൽ ഉണ്ടായിട്ടുള്ളത്. അമൃത. അഖിൽ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ ഈ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നേരത്തെ മിനിസ്റ്റർ പറയുകയുണ്ടായി മാഹിയിൽ ഇറങ്ങി ഇവർ മദ്യം വാങ്ങുകയുണ്ടായി, അതിനുള്ള തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വരെ മദ്യപിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു സാധ്യത കൂടി മുന്നിലുണ്ട്. അതൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനം ഓടിച്ചിരുന്ന ക്ലീനർക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത്രയധികം ദൂരം ഇങ്ങനെ വലിയ തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ MVD കൂടുതൽ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കില്ലേ? ജിൽസി, അമൃത, തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കും. അതാണ് സിറ്റി പോലീസ് കമ്മീഷണർ സൂചിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വിവരങ്ങളിലേക്കും കടക്കും. കാരണം ഈ വാഹനം ആരുടേതാണെന്ന് നോക്കേണ്ടതുണ്ട്. ഇത് ഈ ഡ്രൈവറുടെ ജോസിന്റെ തന്നെയാണ് വാഹനം എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ വാഹനത്തിന്റെ പെർമിറ്റും അതുപോലെ തന്നെ ഡ്രൈവറുടെ ലൈസൻസും അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം മനഃപൂർവ്വമായ നരകത്തിലേക്ക് പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്ന് അത്ര ഗൗരവത്തോടെ തന്നെയാണ് പോലീസും ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികളാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വാഹനത്തിന്റെ പെർമിറ്റും അതുപോലെ തന്നെ ഡ്രൈവറുടെ ലൈസൻസും അടക്കമുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്യുന്നതാണ്. അതായത് മാഹിയിൽ നിന്നും മദ്യപിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പോലീസ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഈ പ്രതികളോട് വിശദമായി ചോദ്യം ചെയ്ത് അതൊരു സ്ഥിരീകരണം കൂടി വരുത്തേണ്ടതാണ്. പക്ഷെ അവരോട് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ മദ്യലഹരിയിലാണ് എന്നുള്ള വിവരമാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വൈദ്യപരിശോധനയിൽ അടക്കം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും വന്നിട്ടുണ്ട്.
എന്തായാലും പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഈ മതിലേറിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്ത മറ്റു നടപടിയിൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ 304 മനഃപൂർവ്വമായി നടത്തിയ 104 വകുപ്പ്, അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്, മദ്യപിച്ച് വാഹനം ഓടി തുടങ്ങിയ വകുപ്പുകളൊക്കെ തന്നെ പോലീസ് ചേർത്തിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരും മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അമൃത. അഖിൽ, അതുപോലെ ഈ മരിച്ചവരുടെ മൃതദേഹം ഒപ്പം പരിക്കേറ്റവർ ഇവരൊക്കെ ഏത് ആശുപത്രിയിലാണ് ഉള്ളത്? അമൃത, എല്ലാവരും തൃശൂർ മെഡിക്കൽ കോളേജിലാണ് എന്നുള്ളതാണ്. അപകടത്തിൽ പരിക്കേറ്റ 6 പേരും തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ള കാര്യമാണ് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ 3 പേർ നില ഗുരുതരമായി തുടർന്നു. അവരും തൃശൂർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ഈ മൃതദേഹങ്ങളും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. മറ്റു 3 പേരുടെയും നില എത്രയും പെട്ടെന്ന് തന്നെ അപകടനില തരണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരോഗ്യ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ, ഡോക്ടർമാരും എല്ലാവരും ഉള്ളത്. തീവ്രമായ ഒരു പരിശ്രമത്തിൽ തന്നെയാണ് അവരുമുള്ളത്. എന്തായാലും ഈ 3 പേരുടെ നില ഗുരുതരമായി തുടർന്നു. മറ്റ് 3 പേരുടെ അപകടനില തരണം ചെയ്തു എന്നൊരു ആശ്വാസകരമാണ്. പക്ഷേ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 5 പേർ അതിദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അതിൽ 2 കുരുന്നു കുട്ടികളുമുണ്ട്. എന്തായാലും ഇവരുടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മറ്റ് തുടർ നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കൽ നടപടികൾ ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ ആരംഭിച്ചിട്ടുണ്ട്. ശരി. കെ അഖിലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.